ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയോട് ചോദിക്കുന്നു ചന്ദ്ര, മോനെ, ഒരുത്തി നിന്നെ പറ്റിച്ച് 10 ലക്ഷമായി പോയി. ഇനി ശ്രുതി ഇവള് 50 ലക്ഷമായി പോയി എന്നാണ് പറയുന്നത്. ഇനി ഈ 10 ലക്ഷമായിട്ട് ഇവളും പോകുമെന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താ അമ്മ അങ്ങനെ പറയുന്നത്? അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? അവൾ പോകുന്നില്ല, അവൾ നല്ല കുട്ടീനെ. എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ തയ്യാറായതല്ലേ, വേറെ ആരുണ്ടമ്മേ? ഏതാള് വന്നാലും ഇത് മുടങ്ങല്ലേ, കല്യാണ പന്തലിൽ നിന്ന് പോയിട്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ചന്ദ്രനെ സോപ്പിടുന്നുണ്ട്. ചന്ദ്രയ്ക്ക് അപ്പൊ വിഷമാവുന്നുണ്ട്. അതല്ലടാ ഞാൻ പറഞ്ഞതിന്, വീടിന്റെ ആധാരമാണ് മോനെ പോയിട്ടുള്ളത്, അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് പറയുമ്പോൾ, അമ്മ പേടിക്കണ്ട, 3 മാസത്തിനുള്ളിൽ നമുക്ക് മുതലും പലിശയും കൊടുത്ത് വീടിന്റെ ആധാരം തിരിച്ചെടുക്കാം. മാത്രല്ല അവൾ മിടുക്കിന്, അതുകൊണ്ട് തന്നെ ഒരുപാട് പാർലർ തുടങ്ങാനായിട്ട് അവൾക്ക് കഴിയും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനും ഇനി അതിന്റെ ഒരു ഭാഗമാവണ്. ഒരു സ്ഥാപനം എന്റെ പേരിലായിരിക്കും, ഞാനായിരിക്കും നടത്തണെന്ന് പറഞ്ഞപ്പോൾ, നീ ഇത്രയും പഠിച്ചിട്ട് മസാജ് ചെയ്യാൻ പോവണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്ര. പഠിപ്പിലൊക്കെ എന്ത് കാര്യമേ, പഠിപ്പിലൊന്നും ഒരു കാര്യമില്ല എന്ന് ശ്രുതി നിരാശയോടെ പറയുന്നുണ്ട്. അമ്മ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം, അമ്മ പേടിക്കൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി ആദ്യം പോവും. ചന്ദ്ര ഇങ്ങനെ ആകെ പേടിച്ച് എന്താവോ എന്തോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. കാരണം ചന്ദ്രയ്ക്ക് നല്ല പേടിയുണ്ട്, വീടിന്റെ ആധാരം ആയതുകൊണ്ട്. അറിഞ്ഞാൽ തന്നെ ഒന്ന് കളയും. 50 ലക്ഷം പോയി, ഇനി 10 ലക്ഷം പോകുമോ എന്നുള്ളൊരു പേടി. പിന്നീട് കാണിക്കുന്നത് ബസ്സിന് നമ്മുടെ സച്ചിനെയും രേവതിയും രണ്ടുപേരും കൂടെ നല്ല സന്തോഷം. അതായത് രേവതിയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ, ഇല്ല, കാശ് ചെലവാവണ ഒരു പരിപാടിക്കും ഞാൻ പോയിട്ടില്ല എന്ന് പറയുന്നത്. വീട്ടുകാരൻ ഞാൻ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് പോലില്ല എന്ന് പറയുന്നത്. എന്തൊരു നല്ല സ്ഥലമാണല്ലേ മുത്തശ്ശേരിയോടേക്ക് പോണ വഴി എന്ന് പറഞ്ഞപ്പോൾ, ഇതൊക്കെ എന്ത്, ഇനി ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, പറ്റുമെങ്കിൽ പൂന്തോട്ടം, പൂവുണ്ടാവണ എവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചെടി എന്ന് പറയുമ്പോൾ, അതെനിക്കറിയാം, അതല്ല സ്ഥലത്തിന്റെ പേരാണ് പറയാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ, അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ, ആ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു തരാം, അപ്പൊ നല്ല പൂന്തോട്ടങ്ങളൊക്കെ കാണാം എന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പൊ തന്നെ പിന്നെ കാണിക്കുന്നത് വേറൊരു മുത്തശ്ശി ആ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ രേവതിയുടെ മുഖം വാങ്ങുന്നുണ്ട്. സച്ചി എഴുന്നേറ്റ് പോകുന്നതൊന്നും രേവതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. രേവതിക്ക് സച്ചിന്റെ കൂടെയുള്ള യാത്ര സന്തോഷകരമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ആ മുത്തശ്ശി എഴുന്നേറ്റ് പോകുമ്പോൾ, ഇനിയെങ്കിലും ഇവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിനെ പിടിച്ചു വലിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. സച്ചി അപ്പൊ ഇങ്ങനെ സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാൽ പോലും സച്ചിക്ക് ഒരു അവസരം കിട്ടിയാൽ സച്ചി ചാടി എഴുന്നേൽക്കും മറ്റുള്ളവരെ കാണുമ്പോൾ. അങ്ങനത്തെ ഒരു ഭാഗങ്ങളൊക്കെ ഇനി കാണിക്കുന്നത്. അപ്പൊ തന്നെ പിന്നെ വരുന്നത് ഒരു സ്ത്രീയും ഒരു കുഞ്ഞുമാണ്. ഒരു കുഞ്ഞെന്ന് പറയാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അത്ര പ്രായമുള്ള ഒരു ആൺകുട്ടി മുത്തശ്ശിയും കൂടിയാണ് കയറിയത്. നമ്മുടെ സച്ചി വേഗം എഴുന്നേറ്റ് എനിക്ക് കൊടുക്കുമ്പോൾ ആ മുത്തശ്ശി പറയുന്നുണ്ട്, വേണ്ട മോനെ, സാരില്ലിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ, അതൊന്നും കുഴപ്പമില്ല, മുത്തശ്ശി ഇവിടെ ഇരിക്കുക എന്ന് നമ്മുടെ രേവതിയും പറയുന്നുണ്ട്. അങ്ങനെ സച്ചി എഴുന്നേറ്റ് മുത്തശ്ശിയും ആ കുട്ടിയും കൂടി ഇരിക്കുമ്പോൾ ആ കുട്ടി നമ്മുടെ രേവതിയോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, എടാ സീറ്റ് തന്നത് ഞാനല്ല, ഇനി നീ എന്തിനാ അവളോട് താങ്ക്സ് ഒക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് ഈ സീറ്റ് നിങ്ങളുടെ ഒന്നല്ലല്ലോ, ഇത് ബസ്സിന്റെ അല്ലേ, ബസ്സിന്റെ ഓണറുടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ ഇവനാള് കൊള്ളാന്ന് പറഞ്ഞ് സച്ചി വേഗം തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നീട് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, ആന്റി, എനിക്ക് അച്ഛനും അമ്മയും ഇല്ല എന്ന് പറയുന്നത്. എനിക്കൊരു അക്കയും ചേച്ചി എന്നാണ് പറയുന്നത്, ചേച്ചിയും അതുപോലെ തന്നെ ഈ മുത്തശ്ശി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആകെ നമ്മുടെ രേവതിക്ക് വിഷമാവുന്നുണ്ട്. സത്യത്തിൽ അത് നമ്മുടെ ശ്രുതിയുടെ മോനാണ്. ശ്രുതിയുടെ മോനും അമ്മയുമാണ്. എന്തായാലും അമ്മ ശ്രുതിനെ കുറിച്ചൊന്നും പറയുന്നൊന്നുമില്ല, അക്ക തന്നെയാണെന്ന് പറയുന്നത്. അങ്ങനെ വണ്ടിയിൽ ഇരുന്നവർ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ അന്നേരത്തെ രേവതി പറയുന്നുണ്ട്, എന്റെ അച്ഛൻ മരിച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ, എനിക്കിപ്പോഴും അച്ഛൻ മരിച്ചതിന്റെ വിഷമം മാറിയിട്ടില്ല. അപ്പൊ പിന്നെ ഈ കുഞ്ഞ് ചെറുപ്പത്തിലെ തന്നെ അച്ഛനും അമ്മ ഇല്ലാണ്ടിരുന്നാലത്തെ അവസ്ഥ, ഇവന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്ന പറയുമ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട്, സ്കൂളിലെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അമ്മയും അച്ഛനും ഉണ്ട് ചേച്ചി, എല്ലാവരും വരുന്നുണ്ട് സ്കൂളിൽ മീറ്റിങ്ങിലൊക്കെ, എനിക്ക് മാത്രം എൻ്റെ മുത്തശ്ശിന്ന് വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ സച്ചിക്കും വല്ലാത്തൊരു വിഷമാവുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയെ കൂട്ടുകാരിയായിട്ട് പോവുകയാണ്. എന്തായാലും ജാതകം നോക്കണം, പെട്ടെന്ന് തന്നെ സച്ചി വരുന്നേക്കാൾ മുന്നേ കല്യാണം നടത്തണം. കൂടെ എന്തായാലും രവീന്ദ്രനും ഉണ്ട്. അങ്ങനെ 3 പേരും കൂടെ അവിടെ ചെല്ലുമ്പോ ശ്രുതി ഉണ്ട് കൂടെ. അങ്ങനെ 4 പേരുണ്ട് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോ ശ്രുതിനെ കാണുന്നുണ്ടാവില്ല. പിന്നീട് അവിടെ കൂട്ടുകാരനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും, വഴിപാടൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ ശ്രുതിനെ കാണുമ്പോൾ വലിയ സന്തോഷത്തോടെ ചന്ദ്ര ഓടി ചെല്ലുന്നുണ്ട്. ശ്രുതിയുടെ നെറ്റിയിലൊക്കെ ചന്ദനം ചാർത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട് ശ്രുതി.
അതിനുശേഷം സംസാരിക്കുന്നുണ്ട്. പിന്നീട് സുധീനെ അച്ഛൻ വിളിച്ചിട്ട് പോയിട്ട് പറയുന്നടാ, നിനക്ക് ഇപ്പൊ സമ്മതം അല്ലെങ്കിൽ ഇപ്പൊ പറയണം, നീ കല്യാണ പന്തലിൽ നിന്ന് ഇറങ്ങി ഓടിയ ആളാണ്, അതുകൊണ്ട് തന്നെ ഇനി നാണം കെടാൻ വയ്യ, നീ അമ്പലത്തിൽ വെച്ച് നുണ പറയരുത്, ഈ വിവാഹത്തിനൊക്കെ സമ്മതം വേണോ, സമ്മതം അല്ലെങ്കിൽ പറയും, നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ എന്തീ പറയുന്നേ, എനിക്ക് ഇനി ഒരു കല്യാണാലോചന വരുമോ, ഞാനൊരു തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ എത്ര ആലോചനകളാണ് മുടങ്ങിപ്പോയത്, ശ്രുതി നല്ല കുട്ടിയല്ലേ, ശ്രുതി മതി എനിക്ക്, ശ്രുതിനെ വിട്ട് ഞാൻ ഒരിക്കലും പോകില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ പോകുന്നുണ്ട്. ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, അച്ഛൻ ഭീഷണിപ്പെടുത്തുന്ന പോലെയുള്ള സംസാരിക്കുന്നുണ്ടായത്, അച്ഛന് ഇഷ്ടക്കുറവൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര അതുപോലെ തന്നെ രവിയും കൂടിയും കഴിഞ്ഞിട്ട് ജ്യോത്സ്യനെ കാണാൻ പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം ജ്യോത്സ്യനോട് പറയുന്നുണ്ട്. ഒരുപാട് അകലേക്ക് പോയിട്ടുള്ള മുഹൂർത്തം വേണ്ട, വേഗം തന്നെ വേണം എന്നൊക്കെ പറയുമ്പോൾ ജ്യോത്സ്യൻ പറയുന്നുണ്ട് ശരി നോക്കാം എന്ന് പറയുന്നുണ്ട്. ഈ മാസം തന്നെ ഒരു മുഹൂർത്തമുണ്ട്, അതിനെ പറ്റിയൊക്കെ പറയാന്ന് പറയുന്നു. ഇതേ സമയം തന്നെ ശ്രുതിയും കൂട്ടുകാരിയും കൂടി നമ്മുടെ സുധിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ശ്രീ വരുന്നുണ്ട്. ശ്രീ വന്ന അച്ഛനോട് അവരെ ചോദിക്കുമ്പോൾ അവർ അവിടെ നിന്ന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മുടെ ശ്രീ ചെന്ന് കഴിഞ്ഞിട്ട് ശ്രുതിനായിട്ട് ചേർന്ന് നിൽക്കുന്ന ശ്രുതിയുടെ തോളിൽ അടിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് തന്നെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വീഴാൻ പോകുന്നുണ്ട്. അത് കാണുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി അങ്ങനെ നമ്മുടെ ശ്രീയോട് പൊട്ടിത്തെറിക്കുന്നു, മര്യാദയില്ലേ, നീ ആരാണ്, രണ്ടുപേരും കൂടെ നിൽക്കുന്നത് കണ്ടില്ലേ, ഞങ്ങൾ സെൽഫി എടുക്കണ കണ്ടില്ല, അവിടേക്ക് ഇങ്ങനെ ശല്യം ചെയ്യാൻ വരുന്നേ, കണ്ണ് തുറന്ന് നടക്കണ്ടേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് വഴക്ക് പറയുമ്പോൾ ശ്രുതി പറഞ്ഞു കൊടുക്കടാ ഞാൻ ആരാണെന്ന് എന്ന് ശ്രീ പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഇതെന്റെ അനിയനാണ് ശ്രീ എന്ന് പറയുമ്പോൾ അയ്യോ സോറി എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മാപ്പ് പറയുന്നുണ്ട്. ആ സമയത്ത് ചേട്ടത്തിനെ കാണാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശ്രീ. ചേച്ചിക്ക് ഒരുപാട് മലേഷ്യയിൽ ഒരുപാട് റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ടെന്ന് അമ്മ പറയുന്ന കേട്ടല്ലോ, എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റാണ് പണി, അപ്പൊ ചേട്ടത്തി വഴി എനിക്ക് മലേഷ്യയിലേക്ക് പോകാനൊക്കെ ഒരു അവസരം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രുതി ആകെ വെള്ളം കുടിച്ച പോലെ ആവുന്നുണ്ട്. അഡ്രസ്സൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ശ്രുതിക്ക്. അപ്പൊ ഇങ്ങനെ ഇവനാണെങ്കിൽ വിടണമില്ല, ശ്രീ ആണെങ്കിൽ വിടണമില്ല, അവിടെ ഏത് ഭാഗത്ത് നിനക്ക് അവിടെയൊക്കെ അറിയുമെന്ന് അപ്പൊ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്. കാരണം ശ്രുതിനെ രക്ഷപ്പെടുത്തേണ്ടത് കൂട്ടുകാരി കൂടെ ചുമതലയുള്ള. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്രുതി ഒരു കണക്കിന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നുണ്ട്, ഒരുപാട് ഉള്ളിലേക്ക് പോയിട്ട് ചെറിയൊരു ഗ്രാമം പോലെ ഒരു സ്ഥലത്ത് എന്നൊക്കെ പറയുമ്പോൾ ഓ അത് ശരി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ശ്രുതിയുടെ അടുത്ത് നിന്ന് ശ്രീനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. കൂട്ടുകാരി ഉണ്ട് മാറി നിന്നും കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ നല്ല ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ടുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ഹോട്ടൽ മാനേജ്മെന്റും ഭക്ഷണത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. ചന്ദ്രനെങ്കിൽ ഇതൊക്കെ കാണുന്നുണ്ട്, ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ദൈവം നോക്കിയടി അവളെ കൂട്ടുകാരി ദേ അവന്റെ തോളിലൊക്കെ കൈവിട്ടിട്ട് നടക്കണ സംസാരിക്കണല്ലോ, ഇനി സുധീരെ പോലെ തന്നെ ഇവനും എന്തെങ്കിലും പണി ഒപ്പിക്കോ, ഇവനും വേഗം ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ചന്ദ്ര ആകെ ടെൻഷനിൽ തന്നെയാണ്. പണിക്കൊരു സമയം പറഞ്ഞെങ്കിലും കൂടി ചന്ദ്രയുടെ മനസ്സ് ശ്രീയുടെ അടുത്തുനിന്ന് ശ്രീയും കൂട്ടുകാരിയും കൂടെ തോളിൽ തട്ടിയൊക്കെ സംസാരിക്കുന്നതൊന്നും ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. നമ്മുടെ ശ്രീ വണ്ടിയിൽ പോകുമ്പോൾ ആ പഴയ പെൺകുട്ടി തന്നെയാണ് വട്ടം വേറെ ശ്രദ്ധിക്കാണ്ട് വരുന്നുണ്ടും, പിന്നെ ഒരു മുത്തച്ഛനെ തട്ടി താഴെ ഇടുന്നുണ്ട്. പിന്നീട് ശ്രീ ആ വണ്ടിയുടെ പിന്നാലെ പോയി അവളെ പിടിച്ചു വലിച്ചിറക്കി അവളുടെ മുഖം മൂടിയൊക്കെ കഴിച്ചു നോക്കുമ്പോൾ ആ പെണ്ണിന് അങ്ങനെ ശ്രീ ആകെ അങ്ങനെ ഞെട്ടി അന്തം വിട്ടി നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.